ഓക്കെ, അപ്പൊ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ്. ഏതൊക്കെ പ്രോഡക്ട്സുകളാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്? ഏതൊക്കെ പ്രോഡക്ട്സുകളാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്? അറിയാവുന്നവർ പറഞ്ഞേ. ഉം. ഏതൊക്കെ പ്രോഡക്ട്സുകളാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്? ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ പ്രോഡക്ട്സുകൾ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും? പറഞ്ഞേ. ഹോൾ ആർ ബി സി അല്ലെ, ഹോൾ ബ്ലഡ്. ഹോൾ ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ് നമ്മൾ പാക്ക് ചെയ്യുന്നു. ഓക്കെ. പ്ലേറ്റ്ലെറ്റ്. ആ പ്ലേറ്റ്ലെറ്റ് ചെയ്യാറുണ്ട്. വെരി ഗുഡ്. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ അല്ലെ, ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ചെയ്യാറുണ്ട്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് അല്ലെ, ക്രയോപ്രസ്, ഇതെല്ലാം നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്നു. അപ്പൊ അതിന് നേഴ്സിന് മാത്രം കേട്ടോ, എല്ലാ ഇംഗ്ലക്സ് ബുക്കുകളിലൊക്കെ പറയുന്നത് നേഴ്സിന് ട്രാൻസ്മിഷൻ ചെയ്യാൻ റൈറ്റ് ഉള്ളത് ഒരേ ഒരു ബ്ലഡ് മാത്രമേ ഉള്ളൂ. ഒന്നും എഴുതണ്ട കേട്ടോ, ഇവിടെ നോട്ടൊന്നും എഴുതാനില്ല. ഒരേ ഒരു കാര്യം മാത്രമേ നേഴ്സിന് എന്ത് ചെയ്യുള്ളൂ? ട്രാൻസ്മിഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. ദാറ്റ് ഈസ് PRBs കേട്ടോ, പാക്ഡ് റെഡ് ബ്ലഡ് സെൽസ്, അല്ലെങ്കിൽ ഹോൾ ബ്ലഡ്, റെഡ് കളറിലിരിക്കുന്ന ബ്ലഡ് അല്ലെ, റെഡ് കളറിലിരിക്കുന്ന ബ്ലഡ് മാത്രമേ എന്ത് ചെയ്യാനുള്ളൂ? ബ്ലഡ് നേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ. ബാക്കിയെല്ലാം ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റി ബൈ ദ ഡോക്ടർ. ഡോക്ടർ എന്ന് പറയുമ്പോൾ അനസ്തെറ്റിസ്റ്റ് ആവാം, സർജൻ ആവാം, അല്ല ഫിസിഷ്യൻ ആവാം, അങ്ങനെയുള്ള കേട്ടോ, അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ലെവലിലുള്ളവർക്ക് ബാക്കിയുള്ളതൊക്കെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളു. നേഴ്സിന് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ റൈറ്റ് വരുന്നത് PRBs അല്ലെ. അങ്ങനെ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണമെങ്കിൽ നേഴ്സിന് എന്ത് വേണം? എന്ത് കിട്ടണം? ഒരു റിട്ടേൺ ഓർഡർ കിട്ടും അല്ലെ, ഡോക്ടറെ കയ്യിൽ നിന്ന് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഓർഡർ, അല്ലെങ്കിൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ ചെയ്യണം അല്ലെ. ഓക്കെ, ട്രാൻസ്മിഷന് മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്മിഷൻ മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് ക്രോസിംഗ് ആൻഡ് ഗ്രൂപ്പ് മാച്ചിങ് ചെയ്യാറ് അല്ലെ. ബ്ലഡ് ക്രോസിംഗ് ആൻഡ് ഗ്രൂപ്പ് മാച്ച് അല്ലെ. ബ്ലഡ് ക്രോസ് ചെക്ക് ചെയ്യും അല്ലെ, ബ്ലഡ് ക്രോസിംഗ് ചെയ്യും അല്ലെ. എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരാണ്. ഒന്ന് പേഷ്യന്റ് ആണ്, ഒരു സൈഡിൽ പേഷ്യന്റ് ആണ്, ഒരു സൈഡിൽ ആര് കാണും? ഡോണർ കാണും അല്ലെ. അപ്പൊ പേഷ്യന്റിന്റെ ബ്ലഡ് ഗ്രൂപ്പ് ക്രോസിംഗ് ചെയ്യാൻ നമ്മൾ ഏത് സാമ്പിളാണ് എടുക്കുന്നത്? അതുപോലെ ഡോണറുടെ ഏത് സാമ്പിളാണ് ക്രോസ് മാച്ചിങ്ങിന് എടുക്കുന്നത്? പറഞ്ഞോ. ക്രോസ് മാച്ചിങ്ങിന് പേഷ്യന്റിന്റെ ഏത് കളറിലുള്ള സാമ്പിളാണ് എടുക്കുന്നത്? പേഷ്യന്റിന്റെ ബ്ലഡില് ഏത് വയലിലാണ് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടത്? പറഞ്ഞേ. ഏത് വയലിലാണ് നമ്മൾ സാമ്പിൾ എടുക്കേണ്ടത്? ക്രോസ് മാച്ചിങ്ങിന് നമ്മൾ ബ്ലഡ് കൊണ്ടുപോകുമ്പോൾ ഏത് വയലിലാണ് സാമ്പിൾ എടുക്കേണ്ടത്? ക്രോസ് മാച്ചിങ്ങിന് പേഷ്യന്റിൻ്റെത് നമ്മൾ ആന്റിബോഡിയാണ് വേണ്ടത് കേട്ടോ. ഡോണറുടെ ആന്റിജൻ പേഷ്യന്റിന്റെ ആന്റിബോഡി കേട്ടോ, മറക്കരുത് കേട്ടോ. അപ്പൊ ആന്റിബോഡി കിട്ടണമെങ്കിൽ നമുക്ക് പ്ലെയിൻ സിലിക്കോൺ വയൽ അല്ലെ, സിലിക്കോൺ വയൽ എന്ന് പറയുമ്പോൾ റെഡ് ട്യൂബ് കേട്ടോ. ഇത് സിലിക്കോൺ വയലിലാണ് എടുക്കേണ്ടത്, അതായത് റെഡ് ട്യൂബിലാണ് എടുക്കേണ്ടത്. ഡോണറുടെ ആന്റിജൻ ആണ് വേണ്ടുന്നത്. ഡോണറുടെ ആന്റിജൻ എന്ന് പറയുമ്പോൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവരുടെ ബ്ലഡ് EDTA വയൽ അല്ലെ. ഇനി ഗ്രൂപ്പിംഗ് ചെയ്യാൻ എന്തിനാണ് ചെയ്യേണ്ടത്? ഗ്രൂപ്പിംഗ് ചെയ്യേണ്ടത് ഏത് സാമ്പിളാണ്? ഗ്രൂപ്പിംഗ് ഗ്രൂപ്പിംഗ് ചെയ്യാൻ നമ്മൾ ഏത് സാമ്പിളാണ് ഉപയോഗിക്കുന്നത്? ക്രോസ് മാച്ചിങ്ങിന് പേഷ്യന്റിന്റെ സൈഡിൽ നിന്ന് സിലിക്കോൺ വയൽ ആണെങ്കിൽ, ഗ്രൂപ്പിംഗ് ചെയ്യണമെങ്കിൽ നമുക്ക് ആന്റിജൻ പ്രസന്റ് ആണോ പ്രസന്റ് അല്ലയോ എന്നാണ് അറിയേണ്ടത് അല്ലെ. ബ്ലഡ് സെൽസിൽ RBCയുടെ പുറത്തിരിക്കുന്ന ആന്റിജൻ പ്രസന്റ് ഉണ്ടോ നോ ഉണ്ടോ അല്ലെ. പ്രസന്റ് ആണെങ്കിൽ അത് AB അല്ലെങ്കിൽ AB പോസിറ്റീവ് അല്ല, ഇല്ലെങ്കിൽ എന്താണ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും അല്ല. ഓക്കെ, അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് ഗ്രൂപ്പിങ്ങിന് നമ്മൾ ഏതാണ് EDTA വയൽ കേട്ടോ. EDTA വയലിന്റെ കളർ എന്താണ്? കളർ ഓഫ് EDTA വയലിന്റെ കളർ ഏതാണ്? EDTA വയലിന്റെ കളർ ഏതാണ്? കളർ ഓഫ് EDTA വയൽ വയലറ്റ് അല്ല, ലൈക്ക് പർപ്പിൾ കളർ. വെരി ഗുഡ്. ലാവണ്യ എന്ത് വേണമെങ്കിലും പറയാം.
ഓക്കെ, അപ്പൊ നമുക്ക് ബ്ലഡ് കാണാൻ അറിയാം. രണ്ട് നേഴ്സ് എന്ത് ചെയ്യണം, ഇത് വെരിഫൈ ചെയ്യണം അല്ലെ. രണ്ട് നേഴ്സ് വെരിഫൈ ചെയ്യണം. ഫ്രിഡ്ജിൽ നിന്നായിരിക്കും ബ്ലഡ് കൊണ്ടുവരുന്നത് അല്ലെ. ബ്ലഡിന്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണ്? ക്വസ്റ്റ്യൻ ആണ്, അടുത്ത പരീക്ഷ ക്വസ്റ്റ്യൻ ആണ്. ബ്ലഡിന്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണ്? ബ്ലഡിന്റെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 2 to 8 വേണോ? 2 to 6 മതി കേട്ടോ. 2 to 6 ആണ് ബ്ലഡിന്റെ എന്ത് ചെയ്യുന്നത്, ഡിഗ്രി സെൽഷ്യസ് കേട്ടോ. 2 to 6 ഡിഗ്രി. 8 പറഞ്ഞെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പരീക്ഷയ്ക്ക് നോക്കിക്കോണം ക്വസ്റ്റ്യൻ ആണ്. 2 to 6 ആണോ വന്നിരിക്കുന്നത്, 2 to 8 ആണോ വന്നിരിക്കുന്നത് എന്നുള്ളത് നോക്കും കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് വീണ്ടും ഒരു ക്വസ്റ്റ്യൻ പോയിന്റ് കിട്ടി. 2 to 6 ഈസ് ദ ബ്ലഡ് സ്റ്റോറേജ് ടെമ്പറേച്ചർ അല്ലെ. എല്ലാ ബ്ലഡും നമ്മൾ ഇതിലാണ് സ്റ്റോർ ചെയ്യുന്നത്, എക്സെപ്റ്റ് എന്ന് പറയുമ്പോൾ കൂടിയ ടെമ്പറേച്ചർ അല്ലെ. എന്ന് പറയുമ്പോൾ ഒരു 20 to 25 അല്ലെ, ആ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡ് പ്രോഡക്റ്റ് ഏതാണ്? 22 to 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്? 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 പ്ലെയിൻലെറ്റ് കേട്ടോ. പ്ലെയിൻലെറ്റിന് നമ്മൾ എന്താണ്, പ്ലെയിൻലെറ്റ് എത്രയാണ്? 20 കേട്ടോ, 28. പ്ലെയിൻലെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം റൂം ടെമ്പറേച്ചറിലൊക്കെ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം അല്ലെ. 25 ഡിഗ്രി, 22, 25. എന്നിരുന്നാലും അത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത്. പ്ലെയിൻലെറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തന്നെയാണ് കൊണ്ടുവരുന്നത് അല്ലെ. കാരണം ചില 25 ഡിഗ്രി കൂടുതൽ ക്ലൈമറ്റ് ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ 22, 25 ആ റേഞ്ചിലൊക്കെ ക്ലൈമറ്റ് ഉള്ള തണുത്ത സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, കണ്ടെയ്നറിൽ വെച്ച് കൊണ്ടുവരത്തേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ഈ പറഞ്ഞ പോലെ 2 to 6 എന്നുള്ള രീതിയിലാണ് അല്ലെ. അപ്പം ഒരു RBC നമുക്ക് എത്ര ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാം? ഒരു RBC എത്ര ദിവസം സ്റ്റോർ ചെയ്യും ബ്ലഡ് ബാങ്കിൽ? ഒരു പാക്ഡ് RBC എത്ര ദിവസം സ്റ്റോർ ചെയ്യും? എത്ര ദിവസം സ്റ്റോർ ചെയ്യും? ഒരു പാക്ഡ് RBC എത്ര ദിവസം സ്റ്റോർ ചെയ്യും? എത്ര ദിവസം സ്റ്റോർ ചെയ്യും? 45 ഡേയ്സ് അല്ല, 45 ഡേയ്സ്. ചില ബുക്കുകളിൽ 40 ഡേയ്സ്, 42, 43, 45 അങ്ങനെയൊക്കെ ഉള്ളത്. ഇത് ആവറേജ് 45 ഡേയ്സ് കേട്ടോ. 40 to 45 ഡേയ്സ് ആണ് എന്ത് ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, 40 to 40 കേട്ടോ. ഇനി പ്ലേറ്റ്ലെറ്റ് ഒക്കെ എത്ര ദിവസമാണ്? പ്ലേറ്റ്ലെറ്റ് എത്ര ദിവസമാണ്? പ്ലേറ്റ്ലെറ്റിന് എത്ര ദിവസമാണ്? 5 ഡേയ്സ് കേട്ടോ. 3 to 5 ഡേയ്സ്. 3 to 5 ഡേയ്സ് കേട്ടോ. ഓക്കെ, ഇതൊക്കെ നമ്മുടെ പഴയ നോട്ടിലുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ പഴയ നോട്ടിലുള്ളതാണ്. അപ്പൊ ബ്ലഡ് കൊണ്ടുവരുന്നു, ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പിംഗ്, ക്രോസ് മാച്ചിങ്, ബാച്ച് നമ്പർ, എക്സ്പയറി ഒക്കെ നോക്കി എന്ത് ചെയ്യുന്നു, ബ്ലഡ് നോക്കി എല്ലാം വെരിഫൈ ചെയ്ത് പേഷ്യന്റ് അലർജി കാര്യങ്ങളൊന്നുമില്ല, അതായത് നേരത്തെ അല്ലെ പോസ്റ്റ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഹിസ്റ്ററി ഉണ്ടോന്നൊക്കെ ചെക്ക് ചെയ്ത് അതൊന്നും ഇല്ല, പേഷ്യന്റിനൊക്കെ കറന്റ് പേഷ്യന്റ് സ്റ്റേബിൾ ആണ്, ഫീവറോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു, ബ്ലഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, വളരെ സ്ലോയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. സ്ലോയിലാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു വൈറ്റ് ടെസ്റ്റ് എടുക്കണം അല്ല. 5 മിനിറ്റ്സിൽ ഒരു വൈറ്റ് ടെസ്റ്റ് എടുക്കണം, 50 മിനിറ്റ്സിൽ ഒരു വൈറ്റ് ടെസ്റ്റ് എടുക്കണം, 30 മിനിറ്റ്സിൽ ഒരു വൈറ്റ് ടെസ്റ്റ് എടുക്കണം, പിന്നെ 1 അവറിൽ 2 അവറിൽ, പിന്നെ വിത്തിൻ 4 അവേഴ്സിനുള്ളിൽ നമ്മൾ PRBC എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം അല്ലെ. അതായത് വിത്തിൻ 4 അവേഴ്സിനുള്ളിൽ തന്നെ നമ്മൾ പാക്ഡ് ബ്ലഡ് സെൽസ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ പ്ലേറ്റ്ലെറ്റ് എത്ര മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം? പ്ലേറ്റ്ലെറ്റ് പ്ലേറ്റ്ലെറ്റ് നമുക്ക് എത്ര മിനിറ്റ് കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്? ഇത് നമുക്ക് 4 അവേഴ്സ് മതി. 4 അവേഴ്സ് കൂടാൻ പാടില്ല. 4 അവേഴ്സ് കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും, ആട്ടോ കണ്ടാമിനേഷൻ, എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ബ്ലഡ് പ്രോഡക്റ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ട് അൺസ്റ്റെറൈൽ ആയിട്ടാണ് പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ ബാലൻസ് ഉള്ള ബ്ലഡ് ഡിസ്കാർഡ് ചെയ്യത്തേ ഉള്ളൂ, ട്രാൻസ്ഫ്യൂഷൻ ചെയ്ത് തീർക്കേണ്ടത് കേട്ടോ. ഓക്കെ, പ്ലേറ്റ്ലെറ്റ് നമുക്ക് 15 to 20 മിനിറ്റ്സ് മതി കേട്ടോ. വളരെ ഫാസ്റ്റ് ആയിട്ടാണ് പ്ലേറ്റ്ലെറ്റ് കൊടുത്ത് തീർക്കേണ്ടത് കേട്ടോ. ഇനി FFP ക്രയോ precipitate ആയി കഴിഞ്ഞാൽ അതൊരു 1 to 2 അവേഴ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യണം കേട്ടോ. 1 to 2 അവേഴ്സ് കൊണ്ടാണ് ബാക്കി ബ്ലഡ് പ്രോഡക്ട്സുകളെല്ലാം കേട്ടോ. ഓക്കെ, ഇനി 1 pint PRBC എന്ന് പറഞ്ഞാൽ ഒരു 500 ml വരത്തില്ല കേട്ടോ. ഏകദേശം 350 ml ബ്ലഡ് ആണ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ പേഷ്യന്റ് 1 gram ഓഫ് HB എന്ത് ചെയ്യും, റൈസ് ചെയ്യും അല്ല. ഒരു യൂണിറ്റ് ബ്ലഡ് കൊടുക്കുമ്പോൾ പേഷ്യന്റ് 1 gram HB റൈസ് ചെയ്യും, അല്ലെങ്കിൽ 30% എന്ത് ചെയ്യും, ഹീമോക്രൈറ്റിക് വാല്യൂസ് ഇൻക്രീസ് ചെയ്യും കേട്ടോ. അപ്പൊ സിവിയർ ആയിട്ട് HB കുറവുള്ളവർക്കൊക്കെയാണ് സാധാരണ എന്ത് ചെയ്യുന്നത്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ചെയ്യും. ഓക്കെ, ആ ഒരു പോയിന്റ് ഒക്കെ നമ്മൾ നോക്കിയതാണ്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ പഴയ പോയിന്റിൽ പഠിപ്പിച്ചതാണ് കേട്ടോ. നമുക്ക് സംതിങ് അഡീഷണൽ, അതാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കേണ്ടത്. ഇവിടെ എന്തെങ്കിലും പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തവരുണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ നിങ്ങളെ പഴയ നോട്ട്സിനകത്ത് ആ പോയിന്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്ത് വിടുക കേട്ടോ.
പിന്നെ നമുക്ക് അഡീഷണൽ നോക്കാനുള്ള പോയിന്റുകളാണ് ജസ്റ്റ് നോക്കേണ്ടത്. ഫസ്റ്റ് വൺ ഈസ് എലിജിബിലിറ്റി. കാണാൻ ബുദ്ധിമുട്ടായിരിക്കും എങ്കിൽ ഞാൻ പറയുകയാണ് എലിജിബിലിറ്റി അല്ല, ആർക്കൊക്കെയാണ് നമ്മൾ സാധാരണ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് അല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഉദ്ദേശിച്ചത്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എല്ലാ പേഷ്യൻസിനും പറ്റും അല്ല, വയസ്സായത് 90 വയസ്സായെന്ന് പറഞ്ഞാൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യും. പക്ഷെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഡൊണേറ്റ് ചെയ്യുന്നവർ കേട്ടോ, ഡൊണേറ്റ് ചെയ്യുന്ന എത്ര വയസ്സ് വരെയാണ് പ്രായപരിധി ഓഫ് ഡൊണേഷൻ അല്ല, അല്ലെങ്കിൽ ആ എലിജിബിലിറ്റി ഏജ് ഫോർ ബ്ലഡ് ഡൊണേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എത്ര വയസ്സ് വരെ കൊടുക്കാം ബ്ലഡ്, എത്ര വയസ്സ് മുതൽ എടുക്കും, എത്ര വയസ്സ് മുതൽ ആണ് ബ്ലഡ് ഡൊണേഷൻ, അതിന്റെ ഏജ് റേഞ്ച് എത്രയാണ് ആർക്കെല്ലാം അറിയാം? ബ്ലഡ് ഡൊണേഷൻ ചെയ്യണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയാവണം? 10 വയസ്സാണോ, 15 വയസ്സാണോ, 18 വയസ്സാണോ, 20 വയസ്സാണോ, 30 വയസ്സാണോ? എത്ര വയസ്സിലാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യേണ്ടത്? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും അല്ല, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഏജ് പറഞ്ഞോളൂ. എത്ര വയസ്സാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഏജ്? എത്ര വയസ്സാണ് അറിയാമോ ആർക്കെങ്കിലും? എഴുതിക്കോളൂ, അതൊരു പുതിയ പോയിന്റ് ആണ്. 18 വയസ്സ് മുതൽ, വെരി ഗുഡ് കേട്ടോ, 18 വയസ്സ് മുതൽ, വെരി ഗുഡ്, 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ് ബ്ലഡ് ഡൊണേറ്റ് കേട്ടോ, 18 വയസ്സ് മുതൽ 60 വയസ്സ്. ഓക്കെ, പിന്നെ മിനിമം HP 12 ഉണ്ടായിരിക്കണം കേട്ടോ, മിനിമം HP 12 ഗ്രാം ഉണ്ടായിരിക്കും. 12 ഗ്രാം മിനിമം HP ഉണ്ട്. 18-60 വയസ്സാണ് എലിജിബിലിറ്റി. ബ്ലഡ് ഡൊണേഷൻ കോൺട്രാ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് അല്ല, ആർക്കൊക്കെ ബ്ലഡ് ഡൊണേഷൻ ചെയ്തുകൂടാ? ആർക്കൊക്കെയാണ് ബ്ലഡ് ഡൊണേഷൻ ചെയ്തുകൂടാത്ത ആൾക്കാർ? ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കേട്ടോ, ഹാർട്ടിന് അസുഖമുള്ളവർ ഒരിക്കലും ബ്ലഡ് ഡൊണേഷന് പോകരുത് കേട്ടോ. അതായത് BP ഉള്ളവർ ബ്ലഡ് ഡൊണേഷൻ പോകരുത്. എപ്പിലെപ്സി ഉള്ളവര് കേട്ടോ, ഹാർട്ട് BP കൂടിയവര്, എപ്പിലെപ്സി ഉള്ളവര് കേട്ടോ, അതുപോലെ അബോർഷൻ സംഭവിച്ച വുമൻസ് കേട്ടോ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നെക്സ്റ്റ് 6 മന്തിലേക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് കേട്ടോ, മിസ്കാരേജ് ആഫ്റ്റർ 20 വീക്സ് കഴിഞ്ഞിട്ടുള്ള അബോർഷൻ, അതിനെയാണ് നമ്മൾ മിസ്കാരേജ് എന്ന് പറയുന്നത്. ബിഫോർ 20 അല്ല കേട്ടോ. അപ്പൊ 20 വീക്സിന് ശേഷം വന്നിട്ടുള്ള അബോർഷൻ കഴിഞ്ഞവര് 6 മാസത്തേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ പാടില്ല. പോയിന്റ് ആണ്, പരീക്ഷ പോയിന്റ് ആണ് 6 മന്ത് കേട്ടോ. അപ്പൊ അതൊരു പോയിന്റ് ആണ്, എഴുതിയെടുത്തോളാം കേട്ടോ. ഓക്കെ, പിന്നെ മലേറിയ എത്ര വർഷമാണ് മലേറിയ വന്നവർക്ക്? മലേറിയ വന്നവർക്ക് എത്ര നാളത്തേക്ക് ബ്ലഡ് കൊടുത്തൂടാ? മലേറിയ വന്നവർക്ക് എത്ര നാളത്തേക്ക് ബ്ലഡ് കൊടുത്തൂടാ? മലേറിയക്കാർക്ക് കേട്ടോ, പല ബുക്കിലും പലതാണ് പറയുന്നത്. ചില ബുക്കിൽ 1 ഇയർ വരെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. 1 ഇയേഴ്സിലേക്ക്, 1 വർഷത്തേക്ക് ബ്ലഡ് കൊടുത്തൂടാ കേട്ടോ, 1 വർഷത്തേക്ക് ബ്ലഡ് കൊടുത്തു. ഓക്കെ, പിന്നെ ആൽക്കഹോൾ കൺസപ്ഷനായിട്ട് ഇരിക്കുന്നവർ കേട്ടോ, 24 മണിക്കൂറിനുള്ളിൽ ആൽക്കഹോൾ ഫ്രീ ആയിരിക്കും ബ്ലഡ് കൊടുക്കുന്നതിന് മുമ്പ്. വെള്ളം അടിക്കുന്നവർക്ക് ബ്ലഡ് കൊടുത്തുവിടാന്നൊന്നുമില്ല, പക്ഷെ 24 അവേഴ്സ് നേരത്തേക്ക് എന്താണ് ആൽക്കഹോൾ എടുക്കാത്തവർ വേണം എന്ത് ചെയ്യേണ്ടത്, ബ്ലഡ്. ആൽക്കഹോളിന് 24 അവേഴ്സ്. സർജറി കഴിഞ്ഞ, മേജർ സർജറി ഒക്കെ കഴിഞ്ഞ നമുക്ക് 6 മന്തിലേക്ക് ബ്ലഡ് കൊടുക്കരുത്. അബോർഷൻ പോലെയാണ് 6 മന്തിലേക്ക് സർജറി കൊടുത്തവർക്ക് ബ്ലഡ് ഡൊണേഷൻ ചെയ്യാൻ പാടില്ല കേട്ടോ. 4 പോയിന്റ് പരീക്ഷ പോയിന്റ് ആണ്, അഡീഷണൽ ആണ്, അഡീഷണൽ ഫ്രം ദ നോട്ട്സിൽ നിന്നുള്ള അഡീഷണൽ പോയിന്റ്. എഴുതിയോ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? നോട്ട് ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഇനി നമ്മൾ 4 ഇതുമായിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 4 വാക്കുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. ഫസ്റ്റ് വൺ ഈസ് പ്ലാസ്മ ഫെറസിസ്. എന്താണ് പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞത്? എന്താണ് പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞത്? എന്താണ് പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞത്? പ്ലാസ്മ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അറിയാവുന്നവർ പറഞ്ഞോ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞത്?
ആ നൂൺ ഡോട്ട്സ് ഒക്കെ ആപ്പിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ, ആപ്പിൽ അപ്ലോഡ് ചെയ്യും. ഓക്കെ. എന്താണ് പ്ലാസ്മ ഫെറസിസ്? പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉം. പഴയ നോട്ടിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ്, പഴയ റെക്കോർഡിംഗ് ക്ലാസ്സിന്റെ കൂടെ ആഡ് ചെയ്യാനുള്ളതാണ് ഈ ലൈവ് ക്ലാസ്സുകൾ കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ പ്ലാസ്മ ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് പ്ലാസ്മ ഫെറസിസ്? പറഞ്ഞോ. പ്ലാസ്മ ഫെറസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സിംപ്ലി പ്ലാസ്മയെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്യുന്നു അല്ലെ? പ്ലാസ്മയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ? പ്ലാസ്മയെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു. ഡേഞ്ചറസ് ആയിട്ടുള്ള പ്ലാസ്മ ആണ് അല്ലെ? ചില അസുഖങ്ങൾ, സിക്കിൾ സെൽ അനീമിയ എന്നൊക്കെ പറയുന്ന അല്ലെ? സിക്കിൾ സെൽ അനീമിയ, അങ്ങനെ അല്ലെ? തലാസീമിയ, അതിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് എന്ത്? പ്ലാസ്മ ഫെറസിസ് അല്ലെ? നമ്മൾ പ്ലാസ്മയെ എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്തെടുക്കും അല്ലെ? പ്ലാസ്മയെ എന്ത് ചെയ്യുന്നു? എക്സ്ചേഞ്ച് ചെയ്തെടുക്കും. പേഷ്യന്റ് ബോഡിയിൽ നിന്ന് പ്ലാസ്മ പുറത്തെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? പുതിയ പ്ലാസ്മ അല്ലെ, അല്ലെങ്കിൽ അതിനെ ഫിൽട്ടർ ചെയ്ത് ക്ലിയർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് പോലെ അല്ലെ, ഔട്ട്സൈഡ് ഒരു എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ എന്നുള്ള രീതിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഔട്ട്സൈഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡയാലിസിസ് പോലെയല്ല, ഒരു എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ എന്നുള്ള രീതിയിൽ ഇതിനെ എന്ത് ചെയ്യുന്നു? എക്മോ എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് പ്ലാസ്മ ഫെറസിസ്. പ്ലാസ്മ എക്സ്ചേഞ്ച് ചെയ്യും അല്ലെ? ഇനി സൈറ്റോഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈറ്റോഫെറസിസ് എന്താണ്? സൈറ്റോഫെറസിസ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുവാണ്. സൈറ്റോഫെറസിസ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വരുവാണ്. എന്തായിരിക്കും എഴുതുന്നത്? പ്ലാസ്മ ഫെറസിസ് പ്ലാസ്മയെ സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ സൈറ്റോഫെറസിസ് എന്തായിരിക്കും? സൈറ്റോ മീൻസ് എന്താണ് വേർഡിന്റെ അർത്ഥം? സൈറ്റോ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? സൈറ്റോ എന്ന് പറഞ്ഞ വേർഡിന്റെ അർത്ഥം എന്താണ്? ഹലോ. ആ സെൽ. അപ്പൊ ബ്ലഡിലുള്ള സെൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ? ബ്ലഡിലുള്ള സെൽസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ബ്ലഡിനകത്തുള്ള സെൽസുകൾ. ബ്ലഡിലുള്ള സെൽസ് പറഞ്ഞ ആരൊക്കെയാ? ബ്ലഡിലുള്ള സെൽസ് ആരൊക്കെയാണ്? ബ്ലഡിലെ 3 സെൽസിന്റെ പേര് പറഞ്ഞേ. ബ്ലഡിലെ 3 സെൽസ് ആരൊക്കെയാ? RBC WBC പ്ലേറ്റ്ലെറ്റ് അല്ലെ? RBC WBC പ്ലേറ്റ്ലെറ്റ് കേട്ടോ. WBC പ്ലേറ്റ്ലെറ്റ് അല്ലെ? എന്നാലും സൈറ്റോഫെറസിസിൽ ആര് വരത്തില്ല? ആരെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യത്തില്ല? സൈറ്റോഫെറസിസ് പ്ലാസ്മ അല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, സെപ്പറേഷൻ ഓഫ് ബ്ലഡ് സെൽസ് അല്ല. RBC WBC പ്ലേറ്റ്ലെറ്റിന് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് സൈറ്റോഫെറസിസ് എന്ന് കേട്ടോ. ഇനി അടുത്ത അഫെറസിസ്. എന്താണ് അഫെറസിസ് എന്ന് പറഞ്ഞാൽ? അഫെറസിസ് ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഫെറസിസ്, എ ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് എ ഫെറസിസ് എന്ന് പറഞ്ഞാൽ? ഫെറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം ആർക്കെങ്കിലും കേട്ടോ. അപ്പൊ എക്സസ് ആയിട്ട് ബ്ലഡ് ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ബോഡിയിൽ കേട്ടോ, ബോഡിയിൽ എക്സസ് ആയിട്ട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓവർലോഡ് ആയി കഴിഞ്ഞാൽ ആ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നതിന് അഫെറസിസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബ്ലഡ് വിഡ്രോവലിനെയാണ് അഫെറസിസ് എന്ന് പറയുന്നത് കേട്ടോ. എക്സസ് ബ്ലഡിനെ ബോഡിയിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അഫെറസിസ് അല്ല, വിഡ്രോവൽ ഓഫ് ബ്ലഡ് ഫ്രം ദ ബോഡി, ദാറ്റ് ഈസ് അഫെറസിസ്. ബ്ലഡ് സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സാൽവേജ്. സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് സാൽവേജ് അല്ലെങ്കിൽ സാൽവേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബ്ലഡ് സാൽവേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാസ്മ ഫെറസിസ് ഇസ് ദ പ്ലാസ്മ എക്സ്ചേഞ്ച്, സൈറ്റോഫെറസിസ് ഇസ് ദ ബ്ലഡ് സെൽസ് എക്സ്ചേഞ്ച്, ആൻഡ് അഫെറസിസ് മീൻസ് എക്സസ് ബ്ലഡ് സെൽസ് വിഡ്രോവൽ അല്ലെ? എക്സസ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ് ഇൻക്ലൂഡിങ് പ്ലാസ്മ എന്ത് ചെയ്യുന്നു? നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നതിനെ നമ്മൾ അഫെറസിസ് എന്ന് പറയുന്നു. ബ്ലഡ് വേണ്ട അല്ലെ? ബ്ലഡ് സാവേജ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷൻ കേട്ടോ. ബ്ലഡ് ഡൊണേഷൻ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് സാവേജ്. എഴുതിയെടുത്തോ? 4 പോയിന്റ് ഓക്കെ ആണോ? 4 പോയിന്റ് മനസ്സിലായോ? പ്ലാസ്മ, WBC, RBC, WBC platelet, cytopheresis, apheresis means blood withdrawal from the body, blood savage means blood donations കേട്ടോ. ബ്ലഡ് ഡൊണേഷന്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ബ്ലഡ് സാവേജ്. ഓക്കെ.
ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് കേട്ടോ. റെയിൽവേക്കും വരും, DMEക്കും വരും. ഇനി നിങ്ങൾ എഴുതാൻ പോകുന്ന ഏത് എക്സാം ആണെങ്കിലും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരും കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഇല്ലാതെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ ഇതില്ല അല്ല. ESIക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അല്ല. ഏത് പരീക്ഷയ്ക്കും കാണും കേട്ടോ. എല്ലാ പരീക്ഷയ്ക്കും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പറയാണ്. പ്ലേറ്റ്ലെറ്റ് കേട്ടോ. പ്ലേറ്റ്ലെറ്റിന്റെ കളർ ഓഫ് പ്ലേറ്റ്ലെറ്റ് എന്താണ്? കളർ ഇല്ല. പ്ലേറ്റ്ലെറ്റ് വൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോൾ കളർലെസ് ആയിട്ടുള്ള പ്ലേറ്റ്ലെറ്റ് ആണ് നമ്മൾ സാറിന് കൊടുക്കുന്നത്. 5 ദിവസമാണ് ഇതിന്റെ മാക്സിമം കേട്ടോ. എന്ന് പറഞ്ഞാൽ ചില ബുക്കുകളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യന് മൂന്ന് ദിവസമായിരിക്കും ഓപ്ഷൻ വരുന്നത്. 5 കാണത്തില്ല. 3, 7, 10 എന്നൊക്കെയാണ് ഓപ്ഷൻ വരുന്നെങ്കിൽ 3 വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. മാക്സിമം 5 ഡേയ്സ് ആണ് സെൽഫ് ലൈഫ് പീരീഡ് അല്ലെ എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് കേട്ടോ. 5 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? നമുക്ക് ട്രാൻസ്ലേഷൻ ചെയ്ത് കേട്ടോ. ഓക്കെ. ഇനി ക്രോസ് മാച്ചിങ് ചെയ്യാറില്ല. പ്ലേറ്റ്ലെറ്റ് കൊടുക്കുമ്പോൾ ആരും ബ്ലഡ് ഗ്രൂപ്പിംഗ് ഇമ്പോർട്ടൻസ് കേട്ടോ. എയുടെ പ്ലേറ്റ്ലെറ്റ് എടുത്ത് ബിക്ക് കൊടുക്കാം, ബിയുടെ പ്ലേറ്റ്ലെറ്റ് എടുത്ത് എക്ക് കൊടുക്കാം, ഒരു പ്രശ്നമില്ല. പ്ലേറ്റ്ലെറ്റ് നോട്ട് റിക്വയർ ക്രോസ് മാച്ചിങ്. ക്രോസ് മാച്ചിങ് വേണ്ടാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ ആണ്. ക്രോസ് മാച്ചിങ് വേണ്ട. ബാക്കി എല്ലാത്തിനും ക്രോസ് മാച്ചിങ് വേണം കേട്ടോ. ഓക്കെ. ഇനി ഇൻഫ്യൂഷൻ നമ്മൾ നോക്കിയതാണ്. 30 മിനിറ്റ്സ് ആണ് ഇൻഫ്യൂഷൻസ് കേട്ടോ. ഒരു പ്ലേറ്റ്ലെറ്റിലൂടെ എത്ര ഇൻക്രീസ് ചെയ്തിട്ടുള്ളൂ? മാക്സിമം 10,000 കേട്ടോ. 10,000 എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം അല്ലെ. അപ്പൊ 90,000 പ്ലേറ്റ്ലെറ്റ് ഉള്ള ഒരാളുടെ പ്ലേറ്റ്ലെറ്റ് അല്ലെ 1.5 ലക്ഷം ഒക്കെ ആക്കണമെങ്കിൽ എത്ര കുപ്പി ഇടേണ്ടി വരും? 6 ബോട്ടിൽ ഇടേണ്ടി വരും അല്ലെ. അല്ലെങ്കിൽ 6 പാക്കറ്റ് ഇടണം അല്ലെ. ഒരെണ്ണത്തിൽ എത്രയാണ്? 10,000 ആണ് മാക്സിമം ഇൻക്രീസ് ആവുന്നത് കേട്ടോ. ഒരു പ്ലേറ്റ്ലെറ്റ് ഇൻക്രീസ് ആവുന്നത് മാക്സിമം 5,000 to 10,000 കേട്ടോ. 10,000 ആണ് ഒരു പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷന് മാക്സിമം ഇൻക്രീസ് കേട്ടോ. ഓക്കെ. 5 പോയിന്റ് പ്ലേറ്റ്ലെറ്റിന്റെ കളർ ചോദിച്ചാൽ കളർലെസ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ക്രോസ് മാച്ചിങ് വേണ്ടാത്ത അല്ല, ബ്ലഡ് ഗ്രൂപ്പിംഗ് ക്രോസ് മാച്ചിങ് വേണ്ടാത്ത ട്രാൻസ്ലേഷൻ ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ലേഷൻ. അതുപോലെ എന്താണ്? 15 to 30 മിനിറ്റ്സ് അല്ല. 15 to 30 മിനിറ്റ്സ് അല്ല. നമുക്ക് എമർജൻസി ഏത് ബ്ലഡ് കൊടുക്കാമെന്ന് ചോദിച്ചാൽ O നെഗറ്റീവ്. അതുപോലെ ക്രോസ് മാച്ചിങ് വേണ്ടാത്ത ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ പ്ലേറ്റ്ലെറ്റ് ട്രാൻസ്ഫ്യൂഷൻ കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ശ്രീത്ര പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് ടൈം 30 മിനിറ്റ്സ് ആണ്. 15 to 30 മിനിറ്റ്സ് അല്ലെ. ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. പ്ലേറ്റ്ലെറ്റ് 1 യൂണിറ്റ് കൊടുത്താൽ 10,000 ഇൻക്രീസ്. 4 പോയിന്റ് കിട്ടിയോ? 4 പോയിന്റ് മനസ്സിലായോ? 4 പോയിന്റ് മനസ്സിലായോ? പ്ലേറ്റ്ലെറ്റിന്റെ 4 പോയിന്റ് ഓക്കെ ആണോ? പ്ലേറ്റ്ലെറ്റിന്റെ 4 പോയിന്റ് ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. രണ്ടാമത്തെ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കേട്ടോ. ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കേട്ടോ. ഇതാണ് യെല്ലോ കേട്ടോ. ബ്ലഡിൽ നമ്മൾ കാണുമ്പോൾ യെല്ലോ കളറിൽ കൊണ്ടുവരുന്നതാണ് FFP കേട്ടോ. നിങ്ങളെല്ലാം കാണുകയാണ് വാർഡിലൊക്കെ FFP കേട്ടോ. FFP നമുക്ക് 1 വർഷം വരെ സ്റ്റോർ ചെയ്യും കേട്ടോ. FFP 1 വർഷം വരെ സ്റ്റോർ ചെയ്യും. കാരണം അതിനകത്ത് എന്തില്ല? പ്ലേറ്റ്ലെറ്റ് ഇല്ല കേട്ടോ. പ്ലേറ്റ്ലെറ്റ് കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ഇല്ല. ക്രോസ് മാച്ചിങ് ഒക്കെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കേട്ടോ. വേറെ പ്രത്യേകിച്ച് പോയിന്റ് ഒന്നുമില്ല. സാധാ ട്രാൻസ്ഫ്യൂഷൻ പോലെ തന്നെ 2 മണിക്കൂർ കൊണ്ട് FFP കേട്ടോ. FFPയിൽ പ്ലേറ്റ്ലെറ്റ് ഇല്ല. പകരം എന്തായിരിക്കും? ഫ്രഷ് പ്ലാസ്മ പ്രോട്ടീൻ അല്ലെ. ഫ്രോസൺ പ്ലാസ്മ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എന്ന് പറയുന്നത് അതിൽ കൂടുതലും എന്തായിരിക്കും കാണുന്നത്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും പ്ലാസ്മ പ്രോട്ടീൻസും ഒക്കെ ആയിരിക്കും കൂടുതലായിട്ട് അതിനകത്ത് വരുന്നത് കേട്ടോ. പ്ലാസ്മ ഒഴിച്ച് ബാക്കിയാണ്. പ്ലാസ്മ പാർട്ട് കുറവാണ് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻ നോ പ്ലേറ്റ്ലെറ്റ്. പ്ലാസ്മ അല്ല, സോറി പ്ലേറ്റ്ലെറ്റ് ഇല്ലാത്ത ട്രാൻസ്ഫ്യൂഷൻ കേട്ടോ. പ്ലേറ്റ്ലെറ്റ് ഇല്ലാത്ത ട്രാൻസ്ഫ്യൂഷൻ ഏതാണെന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോണം. FFP ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയിൽ എന്തില്ലാത്ത? പ്ലേറ്റ്ലെറ്റ് കേട്ടോ. ഇറ്റ് കണ്ടെയ്ൻ നോ പ്ലേറ്റ്ലെറ്റ്. പ്ലേറ്റ്ലെറ്റ് ഇല്ലാത്ത ട്രാൻസ്ഫ്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ കളർ യെല്ലോ. അപ്പൊ RBCയുടെ കളർ നമുക്കറിയാം, റെഡ് ആണ്. അതുപോലെ നമ്മൾ പ്ലേറ്റ്ലെറ്റ് കൊടുത്താൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും അല്ലെ. കളർലെസ് ആയിട്ടാണ് ഇരിക്കുന്നത് പ്ലേറ്റ്ലെറ്റ്. ഇനി ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ ആണെങ്കിൽ യെല്ലോ കളറിലുള്ള ട്രാൻസ്ഫ്യൂഷൻ അല്ല. അങ്ങനെയാണെങ്കിൽ ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കളർ എന്തായിരിക്കും? ക്രയോ പ്രസിപ്പിറ്റേറ്റ് ഫ്ലോട്ടിംഗ് ഫാക്ടർ മാത്രം എടുത്തുകൊണ്ട് വരുന്നതാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. അതിന്റെ കളർ എന്തായിരിക്കും? അതിന്റെ കളർ എന്താണ്? ആർക്കെല്ലാം അറിയാമോ? കളർ ഓഫ് ക്രയോ പ്രസിപ്പിറ്റേറ്റ്. ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കളർ എന്തായിരിക്കും? ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കളർ എന്താണ്? ഹലോ, ക്രയോ പ്രസിപ്പിറ്റേറ്റിന്റെ കളർ എന്താണ്? അറിയാം ആർക്കെങ്കിലും?
റെഡ് കളർ നമ്മൾ പഠിച്ചു, യെല്ലോ കളർ നമ്മൾ പഠിച്ചു, കളർലെസ് പഠിച്ചു. ഇനി ഒരു കളറിലും കൂടെ ഉള്ളു ബ്ലഡ്. ആ കളർ ഏതാണ്? വൈറ്റ് ആണോ, ബ്ലാക്ക് ആണോ, റെഡ് ആണോ? ഏത് കളർ വരും? വൈറ്റ് കേട്ടോ. ക്രയോപ്രസിപിറ്റേറ്റ് വൈറ്റ് കളർ കേട്ടോ. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്രയോപ്രസിപിറ്റേറ്റ്. വൈറ്റ് കളറിൽ ഒരു വർഷം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് ക്രയോപ്രസിപിറ്റേറ്റ്. കംപ്ലീറ്റ്ലി എന്താണ്? ഫ്ലോട്ടിങ്. കൊയാഗുലേഷന് വേണ്ടുന്ന സംഭവങ്ങളാണ് ഇതിനകത്ത് കേട്ടോ. ക്ലോട്ടിംഗ് ഫാക്ടർ ആണ് കൂടുന്നത്, പ്ലസ് പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ഫൈബ്രിനോജൻ. അല്ല, ഫൈബ്രിനോജൻ നമ്മൾ പഠിച്ചതാണ്. അല്ല, ഫൈബ്രിനോജൻ കേട്ടോ. അപ്പൊ ഫൈബ്രിനോജനും കൂടും, അതുപോലെ എന്താണ്? ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ഇത് രണ്ടും ഇൻക്രീസ് ചെയ്യുന്നതാണ് എന്താന്ന് പറയുന്നത്? ക്രയോപ്രസിപിറ്റേറ്റ് കേട്ടോ. അപ്പൊ വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. ഒരു യൂണിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല, ഒരു യൂണിറ്റ് നമ്മൾ ഫാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ്, 15 to 30 minutes കൊണ്ട് കൊടുക്കുന്നതാണ്. വൈറ്റ് കളറിൽ ഇരിക്കുന്നു. അതുപോലെ ക്ലോട്ടിംഗ് ഫാക്ടർ കൂടാതെ ഏത് ബ്ലഡ് സെൽസ് ആണ്, അല്ല സോറി, ഏത് പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫൈബറിന്, അതായത് കൊയാഗുലേഷനുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾ മാത്രം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ക്രയോപ്രസിപിറ്റേറ്റ്. അല്ല, ക്രയോപ്രസിപിറ്റേറ്റ് ഇസ് എ ചോയ്സ് ഫോർ ഹീമോഫീലിയ. അല്ല, ഹീമോഫീലിയ പേഷ്യൻസിനൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ക്രയോപ്രസിപിറ്റേറ്റ്. അല്ലെങ്കിൽ ഫാക്ടർ 8 കോൺസെൻട്രേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫാക്ടർ 8 കോൺസെൻട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ക്രയോപ്രസിപിറ്റേറ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായോ? അഡീഷണൽ പോയിന്റ് ക്ലിയർ ആണോ? എഴുതിയെടുത്തോ അഡീഷണൽ പോയിന്റ്? ഓക്കെ, വെരി ഗുഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പാക്ഡ് ആർ ബി സി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. റെഡ് കളറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. റെഡ് കളറിൽ വരുന്നതാണ്. 4 മണിക്കൂർ കൊണ്ട് നമ്മൾ കൊടുത്തു തീർക്കണം. കൊടുത്തു തീർത്തില്ലെങ്കിൽ ആട്ടോ കണ്ടാമിനേഷൻസ് ഉണ്ടാവും, പേഷ്യന്റ് ഇൻഫെക്ഷൻ വരുമെന്നാണ് പറയുന്ന. ഒരു യൂണിറ്റ് കൊടുത്താൽ 1 gram റൈസ് ആവും. ഹിമാറ്റോക്രൈറ്റിക് വാല്യൂ 3%, 30% അല്ല, സോറി, 3% ഹെമാറ്റിക് വാല്യൂ ഇൻക്രീസ് ആവും. 1 gram എന്ത് ചെയ്യും? HB റൈസ് ആവും. ഇത് പരീക്ഷ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 pint PRBC കൊടുത്തു കഴിഞ്ഞാൽ 1 gram HB റൈസ് ആവും, അല്ലെങ്കിൽ 3% ഹെമാറ്റോക്രൈറ്റിക് വാല്യൂ ഇൻക്രീസ്. 42 ദിവസം നമ്മൾ പറഞ്ഞതാണ്. 42 ദിവസം. പ്ലേറ്റ്ലെറ്റ് ആണ് 5 ദിവസം. ബാക്കിയൊക്കെ ഏകദേശം, ബാക്കി ക്രയോപ്രസിപിറ്റേറ്റ് ഒക്കെ ചോദിച്ചാൽ 1 വർഷം വരെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ. ഓക്കെ, വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇതൊക്കെ പഠിപ്പിച്ച പോയിന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് നിങ്ങൾ തന്നെ പറയാവുന്നേ ഉള്ളൂ. പഴയ നോട്ടിലുണ്ട്, അത് ഒന്നും മാറ്റമില്ല. അത് തന്നെയാണ് കോംപ്ലിക്കേഷൻസ്. അല്ല, മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻസ്. ഓക്കെ, എന്തൊക്കെയാണ് സാധാരണ വരുന്ന കോംപ്ലിക്കേഷൻസ്? കോംപ്ലിക്കേഷൻസ് എങ്ങനെയാണ്? അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ. എങ്ങനെ അറിയാം എന്താണ് അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ഉണ്ടെന്ന്? നമുക്ക് പെട്ടെന്ന് എങ്ങനെ മനസ്സിലാവും? എന്ത് റിയാക്ഷൻ വന്നോട്ടെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എനി റിയാക്ഷൻ ക്യാൻ ഒക്കേഴ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? എനി റിയാക്ഷൻ, ഏത് റിയാക്ഷനോ വന്നോട്ടെ, അല്ല, എന്ത് കോംപ്ലിക്കേഷനോ വന്നോട്ടെ, സ്റ്റോപ്പ്. അല്ല, സ്റ്റോപ്പ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഇസ് ദ പ്രയോറിറ്റി. അല്ല, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? സ്റ്റോപ്പ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്താ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ വന്ന സ്റ്റോപ്പ്. അല്ല, സെക്കൻഡ് ആണ് ഫിസിഷ്യൻ, അല്ല, അല്ലെങ്കിൽ ഡോക്ടറെ ഇൻഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് കേട്ടോ. ഡോക്ടറെ ഇൻഫർമേഷൻ ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് കേട്ടോ. സെക്കൻഡ് ഡോക്ടറെ ഇൻഫോം ചെയ്യുക. പിന്നാണ് നമ്മൾ സലൈനൊക്കെ വെച്ച് ഫ്ലഷ് ചെയ്യുകയും, അല്ല, പെട്ടെന്ന് തന്നെ കാനുല റിമൂവ് ചെയ്യുകയും ചെയ്യും. കാനുല റിമൂവ് ചെയ്യുന്നതും യൂറിൻ സാമ്പിൾ എടുക്കുന്നതും കാനുലയുടെ ടിപ്പൊക്കെ സെൻഡ് ഫോർ കൾച്ചർ ആൻഡ് സെൻസിറ്റിവിറ്റി. ബ്ലഡ് ബാഗ് ട്രാൻസ്പെറന്റ് കവറിലിട്ട് റിട്ടേൺ ടു ബ്ലഡ്, അല്ല, ഒരു ട്രാൻസ്പെറന്റ് ബോട്ടിലിട്ട് ബ്ലഡ് ബാങ്ക് റിട്ടേൺ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ബ്ലഡ് ബാഗ് നമ്മൾ സാധാരണ ഇപ്പം നേരത്തെ റെഡിലാണ് ഇട്ടുകൊണ്ടിരുന്നത്, ഇപ്പം യെല്ലോയിലാണ് നമ്മൾ ബ്ലഡ് ബാഗ് ഫിനിഷ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നത്? ഡിസ്കാർഡ് ചെയ്യുന്നത്. ഇപ്പം ഡിസ്കാർഡിങ്ങോ യെല്ലോ കണ്ടത്, നേരത്തെ റെഡിലായിരുന്നു പ്ലാസ്റ്റിക് കേട്ടോ. അപ്പൊ യെല്ലോയിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ആയി കഴിഞ്ഞാൽ റിട്ടേൺ ടു ബാഗ് ഈസ് റിട്ടേൺ ടു എവിടെയാണ്? ബ്ലഡ് ബാങ്ക് കേട്ടോ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ട്രാൻസ്പെറന്റ് കവറിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? റിട്ടേൺ ചെയ്യേണ്ടത് കേട്ടോ. ട്രാൻസ്പെറന്റ് കവറിൽ റിട്ടേൺ ടു ബ്ലഡ് ബാങ്കിലോട്ടാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലഡ് ബാങ്ക് ആണ് അതിനെ ഡിസ്കാർഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചില ഹോസ്പിറ്റലുകളിലൊക്കെ ഈവൻ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാ ബ്ലഡ് ബാഗും റിട്ടേൺ ടു ബ്ലഡ് ബാങ്കിലോട്ട് റിട്ടേൺ ചെയ്യും, അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച്.
പല റിയാക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അറിയേണ്ടത് ഫസ്റ്റ് അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ നമ്മൾ പഠിപ്പിച്ചതാണ്. അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ അല്ലെ, എങ്ങനെ മനസ്സിലാക്കാം? രണ്ട് കോമൺ ആയിട്ടുള്ള സിംറ്റം വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതാണ്? എന്താണ് അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ഉണ്ടാകും വരുമ്പോൾ പറയുന്ന രണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുമ്പോൾ അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ആണോ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? എങ്ങനെ മനസ്സിലാക്കാം? ഉം. എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? അത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ആണെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? അറിയാവുന്നവർ പറഞ്ഞേ. അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പേഷ്യന്റ് എന്തൊക്കെ സൈൻസ് ആൻഡ് സിംറ്റംസ് കാണും? മേജർ ആയിട്ട് നമുക്ക് മനസ്സിലായി ഇന്റർപ്രറ്റ് ചെയ്യാൻ എടുക്കാൻ അല്ലെങ്കിൽ നമ്മളെ സഹായിക്കുന്ന രണ്ട് സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫീവർ കോമൺ ആണ്, ഫീവർ അല്ല. ഉം. വേറെ എന്താണ്? ഫീവർ അല്ല, റാഷസ് അല്ല, ഫീവർ അല്ല. പിന്നെന്താണ്? പിന്നെന്താണ്? ചിൽസ് അല്ല, ഫീവർ അല്ല, ചിൽസ് അല്ല, റാഷസ് അല്ല, ബ്രത്ത്ലെസ്നെസ് അല്ല, ബ്രത്ത്ലെസ്നെസ് അല്ല. അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻ ഉണ്ടെങ്കിൽ എങ്ങനെ അറിയാം? ബാക്ക് പെയിൻ. കേട്ടോ? എന്തുകൊണ്ടാണ് ബാക്ക് പെയിൻ വരുന്നത്? ആ, കിഡ്നിയിലാണ് ലൈസിസ് നടക്കുന്നത് അല്ലെ. അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷൻസിൽ ബ്ലഡ് സെൽസ് ഡിസ്ട്രോയിങ് ഇൻ ദ കിഡ്നി അല്ലെ. ഡയഫോർസ് എന്നല്ല കേട്ടോ. ബാക്ക് പെയിൻ ആൻഡ് ഹെമറ്റൂറിയ കേട്ടോ. ബാക്ക് പെയിനും ഹെമറ്റൂറിയ കേട്ടോ. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അക്യൂട്ട് ഹീമോലൈറ്റിക് റിയാക്ഷനിൽ തിരിച്ചറിയുന്ന സിംറ്റംസ് കേട്ടോ. ഫീവർ എല്ലാം ഫെബ്രൈൽ ട്രാൻസിഷൻ റിയാക്ഷനിൽ വരും. ഫീവർ, ചിൽസ്, മാലൈസ് കേട്ടോ, ബ്രെത്ത്ലെസ്നെസ്, ഡയഫോർസ് അതെല്ലാം അതുമായിട്ട് കേട്ടോ. ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതുപോലെ ചില ബ്ലഡ് സെൽസ് ഗ്രാഫ്റ്റ് വെസസ് റിജക്ഷൻ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും കേട്ടോ. രണ്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് അല്ല. ഏതൊക്കെയാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്? ഏതൊക്കെയാണ് പറഞ്ഞേ? ഒന്ന് അയൺ ഓവർലോഡ് വരും അല്ലെ, അയൺ ഓവർലോഡ്. ആ, പൊട്ടാസ്യം കൂടുമോ കുറയുമോ? പൊട്ടാസ്യം കൂടുമോ കുറയുമോ അല്ലെ, കാരണം ബ്ലഡ് സെൽസ് ആണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ബ്ലഡ് സെൽസിൽ പൊട്ടാസ്യം, ഹൈപ്പർ കാലിയം. ഓക്കെ. രണ്ടാമത്തെ ഏതാണ്? പൊട്ടാസ്യം കൂടും. രണ്ടാമത്തെ ഏതാണ്? ആ, കാൽസ്യം കുറയും അല്ലെ. കാൽസ്യം ബ്ലഡിനകത്തുള്ള പ്രിസർവേറ്റീവ് കേട്ടോ. പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് കാൽസ്യം സിട്രേറ്റ് ആണ് അല്ലെ. സിട്രേറ്റ് ആണ് ആന്റി കോയാഗുലന്റ് ഇൻ ദ ബ്ലഡ് പാക്കറ്റ്. ആ സിട്രേറ്റും കാൽസ്യം കൂടെ എന്ത് ചെയ്യും? ബൈൻഡ് ആവും കേട്ടോ. ബൈൻഡ് ആവുന്നതുകൊണ്ട് എന്തുണ്ടാവുന്നു? ഹൈപ്പോ കാൽസ്യം കേട്ടോ. ഓക്കെ. അപ്പൊ കാൽസ്യം കുറയുന്നു, പൊട്ടാസ്യം കൂടും. ഓക്കെ. ക്ലിയർ ആണല്ലോ? കോംപ്ലിക്കേഷൻ ഒക്കെ അറിയാലോ? കോംപ്ലിക്കേഷൻ ഒക്കെ ആണോ? കോംപ്ലിക്കേഷൻ മനസ്സിലായോ? ഓക്കെ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നേഴ്സസ് റെസ്പോൺസിബിലിറ്റി ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. രണ്ട് നേഴ്സ് വേണം, 15 മിനിറ്റ് അവിടെ സ്റ്റേ ചെയ്യണം, കോംപ്ലിക്കേഷൻ വന്നാൽ റിപ്പോർട്ട് ചെയ്യണം, കാനുല ഇടും കേട്ടോ. പക്ഷെ കാനുല ഇപ്പോൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സാധാരണ നമ്മൾ ഇടുന്ന കാനുല എന്ന് പറഞ്ഞാൽ 18 to 20 കേട്ടോ. 18 to 20 ഗോജിന്റെ കാനുലകളാണ് സാധാരണ. ഒരിക്കലും 22 ഗോജിന് മുകളിലോട്ടുള്ള കാനുല ഇടാൻ പാടില്ല കേട്ടോ. കാനുല നോട്ട് മോർ ദാൻ അല്ലെ 22-ൽ നമുക്ക് കൊടുക്കാം കേട്ടോ. 22-ൽ നമുക്ക് കൊടുക്കാം അല്ലെ. പീഡിയാട്രിക്സ് ഒക്കെ കേസ് വരുവാണെങ്കിൽ 22. പക്ഷെ 22-ന് മുകളിലോട്ടുള്ള ഒന്നിനും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യരുതെന്നാണ് കേട്ടോ. 80-20 കേട്ടോ. നോർമലി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് 80-20 ആൻഡ് നോട്ട് നെവർ യൂസ് ഗോജ് മോർ ദാൻ 22. മോർ ദാൻ 22-ന് മുകളിലോട്ടുള്ള കാനുലകളിൽ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ 24-നെ 26-നെ കാനുലകളിലൊന്നും ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യരുത് കേട്ടോ. അല്ലെ. ഇപ്പൊ ന്യൂ ബോണിനാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബ്ലൂ ഇട്ടിട്ട് അല്ലെ, അമ്പലിക്കലില് ബ്ലൂ കാനുല ഇട്ടാണ് കൊടുക്കുന്നത് അല്ലെ. ഓക്കെ. എനിവേ മാക്സിമം 22 കേട്ടോ. പക്ഷെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ കാനുലേഷൻ എന്ന് പറയുന്നത്, ഐഡിയൽ കാനുലേഷൻ എന്ന് പറയുന്നത് 18-20. ഓക്കെ. വേറെ പ്രത്യേകിച്ച് അതിലൊന്നും പറയാനില്ല കേട്ടോ. ഇതെല്ലാം ഡൗട്ട് ഉണ്ടോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ക്ലിയർ ആയില്ലേ? അഡീഷണൽ പോയിന്റ് ഒക്കെ ക്ലിയർ ആയല്ലോ? പ്ലാസ്മ ഫെരസിസ്, അപ്പാരസിസ്, ബ്ലഡിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കളർ, സ്റ്റോറേജ് ലൈഫ്, സ്റ്റോറേജ് ടെമ്പറേച്ചർ, റൂം ടെമ്പറേച്ചറിൽ വെക്കാവുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് എന്താണ്, എന്താണ് ബ്ലഡ് അല്ലെ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കാം അല്ലെ, ആർക്കൊക്കെ ബ്ലഡിന് എലിജിബിലിറ്റി ഉള്ള ഏജ് എപ്പോഴാണ്, ആർക്കൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്തുകൂടാ അല്ലെ.
ഡൊണേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാമ്പിൾ എടുക്കണം, അതുപോലെ ബ്ലഡ് റിസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ സാമ്പിൾ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള കാര്യം ജനറൽ ഐഡിയ ഓക്കെ അല്ലേ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓക്കെ അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മാർക്ക് കിട്ടുമല്ലോ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒരു മാർക്ക് ആരെങ്കിലും കൊണ്ട് കളയോ? ഇല്ലല്ലോ. തെറ്റിച്ചിട്ട് വരുമോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ? ഇല്ലല്ലോ. ഓക്കെ. പരീക്ഷയ്ക്കൊന്നും കൊണ്ടുപോയി തെറ്റിച്ചിട്ട് വരരുത് കേട്ടോ. നമ്മളെല്ലാം പഠിച്ച് ഇതായിട്ട് പോകും, പക്ഷെ നമ്മൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യണം കേട്ടോ. പരീക്ഷയ്ക്ക് നെഗറ്റീവ് കുറയ്ക്കാനുള്ള സ്കില്ല് ഇല്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ. മാക്സിമം നെഗറ്റീവ് കുറയ്ക്കാൻ അറിഞ്ഞിരിക്കണം. നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എന്നിലൊന്നും ഒരു കാര്യമില്ല. എക്സാം സമയത്ത് എഴുതി തീർക്കാനുള്ള സ്പീഡ് ഉണ്ടായിരിക്കണം. എക്സാം നെഗറ്റീവ് കുറയ്ക്കണം കേട്ടോ. തീരുമാനം എടുക്കണം. നോട്ടിലുള്ളത് പഠിക്കാവുള്ളൂ, നോട്ടിലുള്ളത് എഴുതാവുള്ളൂ പരീക്ഷ കേട്ടോ. നോട്ടിൽ എന്താണോ കിട്ടിയിരിക്കുന്നത് അത് മാത്രമേ എഴുതത്തുള്ളൂ. അത് മറന്നു പോയില്ലെങ്കിൽ നോട്ടിലുള്ളത് എഴുതാൻ മറന്നു പോയെങ്കിൽ മറന്നു, അത്രേ ഉള്ളൂ കേട്ടോ. പഠിക്കാത്ത കാര്യങ്ങൾ വെറുതെ പോയി ആൻസർ ചെയ്യരുത്, കറക്കി കുത്താൻ നിൽക്കരുത്. കൺഫ്യൂസിങ് ആയിട്ടുള്ള ഓപ്ഷൻസ് വെറുതെ ആൻസർ ചെയ്യരുത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല, ഏതാണ് ശരിയെന്നുള്ള ഒരു ഐഡിയയും കിട്ടുന്നില്ല. എത്രയൊക്കെ രീതിയിൽ ചിന്തിച്ച് കിട്ടുന്നില്ല കേട്ടോ. ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെതായിട്ടുള്ള കീവേഡുകളുണ്ട്. കീവേഡ് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഒരിക്കലും ആൻസർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം കൂടെ ഓർക്കണം കേട്ടോ. ഓക്കെ, ചെറിയൊരു ടോപ്പിക്സ് എ ബി കേട്ടോ. ചെറിയൊരു ടോപ്പിക്സ് എ ബി എ ബി ജി എന്ന് പറയുമ്പോൾ ആസിഡ് ബേസ് എ ബി ജിയിൽ നമ്മൾ നോക്കുന്നത് ആസിഡ് ബേസ് ബാലൻസ് ഓർ ആസിഡ് ബേസ് ഇംബാലൻസ് അല്ലെ. എല്ലാ വാല്യൂസ് എ ബി ജി നോർമൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യന്റ് ആസിഡ് ബേസ് ബാലൻസ് ആണെന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ എ ബി ജി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്? പേഷ്യന്റ് ESA റിസൾട്ട് ഒക്കെ വരുവാണ്. പറഞ്ഞോളൂ. എ ബി ജി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് ടെസ്റ്റ് ആണ് ചെയ്യേണ്ടത്? റിസൾട്ട് ഉടനെ വരും. അലൻസ് ടെസ്റ്റ് അല്ലെ. അലൻസ് ടെസ്റ്റ് ആണ് എ ബി ജിക്ക് മുമ്പ് ചെയ്യുന്നത്. ഓക്കെ. അലൻസ് ടെസ്റ്റിൽ നമ്മൾ അല്ല ഹാൻഡിലാണ് സാധാരണ പെർഫോം ചെയ്യുന്നത്. അലൻസ് ടെസ്റ്റ് നമ്മൾ സാധാരണ റിസ്റ്റിലാണ് അലൻസ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് രണ്ട് ആർട്ടറിയാണ് കിട്ടുന്നത്, റേഡിയൽ ആർട്ടറി ആൻഡ് അൾനാർ അല്ലെ. റേഡിയൽ ആർട്ടറി ആൻഡ് അൾനാർ. റേഡിയൽ ആർട്ടറി ഈസ് ദ തമ്പ് ഫിംഗറിന്റെ സൈഡിൽ ഇരിക്കുന്ന റേഡിയൽ ആർട്ടറി. അൾനാർ ആർട്ടറി ഈസ് ദ ലിറ്റിൽ ഫിംഗർ സൈഡ് അല്ലെ. ഓക്കെ, ലിറ്റിൽ ഫിംഗർ സൈഡിൽ നമ്മൾ ഒക്ലൂഡ് ചെയ്യുന്ന ആർട്ടറി എന്ന് പറഞ്ഞാൽ അല്ലെ, ചോദിച്ചാൽ ഏതാണ് പറയുന്നത്? ഒക്ലൂഷൻ ആർട്ടറി ഒക്ലൂഷൻ ആർട്ടറി ഇൻ അലൻ ടെസ്റ്റ് എന്ന് പറഞ്ഞ പരീക്ഷ ക്വസ്റ്റ്യൻ എന്ന് ഏതെഴുതും? ഒക്ലൂഡ് ചെയ്യുന്ന ആർട്ടറി ഏതാണ്? ഒക്ലൂഡ് ചെയ്യുന്ന ആർട്ടറി ഏതാണ്? എ ബി ജിയിൽ നമ്മൾ ഒക്ലൂഡ് ചെയ്യുന്ന ആർട്ടറി ഏതാണ്? അൾനാറാണ് ഒക്ലൂഡ് ചെയ്യുന്നത്. ഒക്ലൂഡ് മീൻസ് നമ്മൾ ഒബ്സ്ട്രക്ട് ചെയ്യുന്ന ഏതാണ്? റേഡിയൽ ആർട്ടറി കേട്ടോ. റേഡിയൽ ആർട്ടറി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒക്ലൂഷൻസ് ചെയ്യുന്നത് കേട്ടോ. ഒക്ലൂഷൻ ചെയ്യുന്നത് റേഡിയൽ ആർട്ടറി അല്ലെ. റേഡിയൽ ആർട്ടറി ആണ് നമ്മൾ പഞ്ച് ചെയ്ത് പിടിക്കുന്നത് അല്ലെ. പഞ്ച് ചെയ്ത് പിടിക്കുന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് റേഡിയൽ ആർട്ടറി പഞ്ച് ചെയ്താൽ ഉടനെ എന്ത് ചെയ്യില്ല? ഹാൻഡ് ബ്ലൂ ആവാൻ അല്ലെ, ടേൺസ് ടു ബ്ലൂ ആവാൻ പാടില്ല അല്ലെ. പെർഫ്യൂഷൻ നടക്കണം അല്ലെ. ബ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഒന്നും ആവാൻ പാടില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചെക്കിങ്ങിന്റെ പേറ്റൻസി ഓഫ് ആണ്. റേഡിയൽ ആർട്ടറി അഥവാ ബ്ലോക്ക് ആയാലും അൾനാർ ആർട്ടറി വഴി സപ്ലൈ എങ്ങോട്ട് വരണം? ഹാൻഡിന് സപ്ലൈ ഉണ്ടായിരിക്കും അല്ലെ. ആംസിലോട്ട് പാമിലോട്ടൊക്കെ സപ്ലൈ ഉണ്ടായിരിക്കണം. അപ്പൊ അൾനാർ ആർട്ടറിയുടെ പേറ്റൻസി ആണ് നമ്മൾ എന്തിനു ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത് കേട്ടോ. അലൻസ് ടെസ്റ്റിലൂടെ നമ്മൾ ചെക്കിങ് ദ പേറ്റൻസി ഓഫ് അൾനാർ കേട്ടോ. ഒക്ലൂഷൻ ഓഫ് റേഡിയൽ ആർട്ടറി അല്ല അലൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എ ബി ജി എടുക്കുന്നു, സാമ്പിൾ എടുക്കുന്നു, ഹെപ്പാറ്റിക് സിറിഞ്ചിൽ സാമ്പിൾ എടുക്കുന്നു അല്ല, പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുന്നു? ഫ്രിഡ്ജിൽ വെക്കുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ എവിടെ കൊണ്ടുപോകുന്നു? ടെസ്റ്റ് ചെയ്യാനായിട്ട് എ ബി ജിയിൽ കൊണ്ടുപോകും അല്ല. അപ്പൊ അവിടെ നോക്കുന്ന ആസിഡ് ബേസ് ഇംബാലൻസ് അല്ലെ. ഓക്കെ, അപ്പൊ ആസിഡ് ബേസ് ഇംബാലൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്? പി എച്ച് അല്ലെ. പി എച്ച് കൂടിയാൽ അത് ആൽക്കലി അല്ലെ. പി എച്ച് കുറഞ്ഞു നിന്നാൽ അത് ആസിഡ് ആണ്. സിംപിളി എന്തുകൊണ്ട് പി എച്ച് കുറഞ്ഞു, ആസിഡ് ആയി മാറി എന്ന് പറഞ്ഞാൽ അവരുടെ കയ്യിൽ കൈവശം ഉണ്ടായിരുന്ന H+നെ എല്ലാം പുറത്തു കൊടുത്തു അല്ലെ. H+നെ ഡൊണേറ്റ് ചെയ്യുന്നവരെയാണ് ആസിഡ് എന്ന് പറയുന്നത് കേട്ടോ. H+ കുറവായിട്ടിരിക്കുന്നവരാണ് ആസിഡ്. ഇനി ബേസ് എന്ന് പറഞ്ഞാൽ H+നെ റിസീവ് ചെയ്തവർ അല്ലെ എന്ന് പറയുമ്പോൾ എക്സസ് ഓഫ് H+. അയോൺസ് ഏറ്റവും കൂടുതൽ ഇരിക്കുന്നവരാണ് കേട്ടോ. നമ്മുടെ ശരീരത്തിൽ മെയിൻ ആയിട്ടുള്ള ബഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈകാർബണേറ്റ് ബഫർ ഉണ്ട്, കാർബോണിക് കേട്ടോ. ബൈകാർബണേറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് കിഡ്നി
കിഡ്നിയിലാണ് ബൈകാർബണേറ്റ് ബഫർ ഇരിക്കുന്നത്, കാർബോണിക് ആസിഡ് ബഫർ ഇരിക്കുന്ന ലങ്സിൽ കേട്ടോ. ഇതിനെയാണ് നമ്മൾ മേജർ ആയിട്ടുള്ള ബഫേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ബഫേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ. അതായത് ഈ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് പി എച്ച് 7.35 to 7.45 അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബഫറാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം അതിനുവേണ്ടി ആസിഡും ബേസും തമ്മിലുള്ള വ്യത്യാസം അല്ലെ, ആസിഡ് എന്ന് പറയുമ്പോൾ എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്നു, ബേസ് എന്ന് പറയുമ്പോൾ എച്ച് പ്ലസിനെ റിസീവ് ചെയ്യും. ഓക്കെ, പിന്നെ മേജർ ബഫർ ചോദിച്ചാൽ മേജർ ബഫർ ഇൻ ദ ബ്ലഡ് ചോദിച്ചാൽ ബൈകാർബണേറ്റ് ആൻഡ് കാർബോണിക് ആസിഡ്. ബൈകാർബണേറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ കിഡ്നി, കാർബോണിക് ആസിഡ് പ്രസന്റ് ഇൻ ദ ലങ്സ് അല്ലെ. അതായത് കാർബോണിക് ആസിഡിൽ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, കാർബൺ ഡയോക്സൈഡ് കേട്ടോ. കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും മെയിൻ കണ്ടന്റ് അല്ലെ. ബൈകാർബണേറ്റിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് HCO3 അല്ലെ. അപ്പം അവിടെ ഹൈഡ്രജൻ അയോണും കൂടെ ചേർന്ന് വരുന്നുള്ള കാർബോണിക് ആസിഡ് കേട്ടോ, സോറി ബൈകാർബണേറ്റ്. Bicarbonate is present in the kidney and carbonic acid is present in the lungs. അപ്പൊ അങ്ങനെ കിട്ടും. പിന്നെ അത് കൂടാതെ മറ്റ് ബഫർ സിസ്റ്റം ഉണ്ട് അല്ല, മസിൽസിലൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറയുന്നു ഫോസ്ഫേറ്റ് ബഫർ സിസ്റ്റം അല്ലെ, ബോൺസ് മസിൽസ് അങ്ങനെയൊക്കെയുള്ള കണക്റ്റീവ് ടിഷ്യൂ എന്നുള്ള രീതിയിൽ കേട്ടോ. ഇനി ബ്ലഡിൽ രണ്ട് ബഫർ ഉണ്ട്, ഒന്ന് ഹീമോഗ്ലോബിൻ ഈസ് ബഫർ ആണ്, അതുകൂടാതെ പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ടുള്ള ആൽബുമിൻ ഈസ് ബഫർ. HB കേട്ടോ, HB RBCയിൽ ഫൗണ്ട് ചെയ്യുന്ന HB എന്ന് പറയുന്നത് ഒരു ബഫറാണ്. അതുപോലെ പ്ലാസ്മ പ്രോട്ടീൻ ആയിട്ട് ആൽബുമിൻ എന്ന് പറയുന്ന ബഫറാണ്. പിന്നെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന മിനറൽ ഈസ് ബഫറാണ്. പിന്നെ കാർബൺ ഡയോക്സൈഡ് ഹൈഡ്രജൻ അല്ല എന്നുള്ള രീതിയിൽ. അപ്പം ബൈകാർബണേറ്റ്, കാർബോണിക് ആസിഡ് ഇത്രയുമാണ് നമ്മുടെ ബോഡിയിലുള്ള ബഫർ സിസ്റ്റം. ഓക്കെ, ബഫറാണ് എന്ത് ചെയ്യുന്ന റെഗുലേഷൻ ഓഫ് എന്താണ് പി എച്ചിനെ റെഗുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആരാണ്, ബഫർ സിസ്റ്റം ആണ്. അതിൽ മേജർ റോൾ എന്ന് പറയുന്നത് കിഡ്നി ആൻഡ് ലങ്സ്. കാർബൺ ഡയോക്സൈഡ് എക്സസ് ആയി കഴിഞ്ഞാൽ ഹൈപ്പർ വെന്റിലേറ്റ് ചെയ്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ പുറത്ത് കളയും അല്ലെ. കാർബൺ ഡയോക്സൈഡ് കുറവാണെങ്കിൽ നമ്മൾ ഡീപ് ഷാളോ ബ്രീത്ത് എടുത്ത് ഉള്ളിലോട്ട് കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടുവരും അല്ലെ. കിഡ്നി ആണെങ്കിൽ എന്ത് ചെയ്യും, അതായത് പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ എയ്തർ എച്ച് പ്ലസിനെ സേവ് ചെയ്യും അല്ലെങ്കിൽ എച്ച് പ്ലസിനെ എലിമിനേറ്റ് ചെയ്യും, അതായത് പോളിയൂറിയ ഒളിഗൂറിയ അല്ലെ. പോളിയൂറിയയിലൂടെ എലിമിനേറ്റ് ചെയ്ത് കളയ എച്ച് പ്ലസിനെ അല്ലെങ്കിൽ ഒളിഗൂറിയയിലൂടെ എച്ച് പ്ലസിനെ പ്രിസർവ് ചെയ്ത് നിർത്തും. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് മെയിൻലി എന്ത് ചെയ്യുന്നത്, ബഫറിനെ കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ, മേജർ ബഫർ ചോദിച്ചു കഴിഞ്ഞാൽ ബൈകാർബണേറ്റും കാർബോണിക് ആസിഡ് ഓപ്ഷൻ നോക്കി എഴുതിയെടുക്കുക. തന്നിരിക്കുന്നതിൽ വിച്ച് വൺ ഈസ് നോട്ട് എ ബഫർ, ബഫർ അല്ലാത്ത ഏതൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരും. അപ്പൊ ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലുമൊക്കെ എക്സെപ്റ്റ് ആയിട്ടുള്ള ആൻസർ വേണം സെലക്ട് ചെയ്യാൻ. ആസിഡും ബേസും തമ്മിലുള്ള വ്യത്യാസം, എച്ച് പ്ലസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആസിഡ്, എച്ച് പ്ലസ് കുറവുള്ള അല്ലെ സൊല്യൂഷൻ ഈസ് ആസിഡ്, എച്ച് പ്ലസ് കൂടിയ സൊല്യൂഷൻ ഈസ് ആൽക്കലി. ഓക്കെ, മനസ്സിലായല്ലോ? ക്ലിയർ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇവിടം വരെ ഓക്കെ ആണോ? മനസ്സിലായല്ലോ? മനസ്സിലായോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇത്ര ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ്. വാല്യൂസ് എല്ലാവർക്കും പഠിച്ചിട്ട് വേണം പോവാൻ, എല്ലാവരും വാല്യൂ പഠിച്ചിട്ട് വേണം പോവാൻ. നോർമൽ പി എച്ച് ഓഫ് ദ ബ്ലഡ് ചോദിച്ചു കഴിഞ്ഞാൽ 7.35 to 7.45, 7.35 to 7.45 is the നോർമൽ പി എച്ച് ഓഫ് ദ ബ്ലഡ് കേട്ടോ. ബ്ലഡിന്റെ നോർമൽ പി എച്ച് എന്ന് പറയുന്നത് 7.35 കേട്ടോ. ഈ 3545 താഴോട്ട് ഇറക്കിയാൽ നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ വാല്യൂ കിട്ടും കേട്ടോ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കേട്ടോ, 35 to 45, 35 to 40 കേട്ടോ. ആർട്ടറിയുടെ ഇതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇനി വെയിനിലെ ബ്ലഡുമായിട്ട് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ, VBGയുമായിട്ട് ചെറിയൊരു വ്യത്യാസം വാല്യൂസിൽ വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതാണ് സാധാരണ എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്നത്. ഓക്കെ, ഇനി ബൈകാർബണേറ്റ് 21, 27, 26 എന്നുള്ള രീതിയിൽ പറയാറുണ്ട്, 22, 28 എന്നുള്ള രീതിയിൽ കേട്ടോ. മാക്സിമം വാല്യൂ 22 to 28 എന്ന് പറയുന്നത് ബൈകാർബണേറ്റ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ചോദിച്ചാൽ 100% ഓക്സിജൻ തന്നെയാണ് കേട്ടോ, 80 to 100. സാച്ചുറേഷൻ ഓഫ് ഓക്സിജൻ നമുക്കറിയാവുന്നതാണ് 100% കേട്ടോ. ബേസ് എക്സസ് എന്ന് പറയുന്നത് -2 to +2 ഇസ് ദ ബേസ് എക്സ്ചേഞ്ച്. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ 3 വാല്യൂ വെരി ഇമ്പോർട്ടൻസ് ഫോർ നമ്മുടെ കണക്ക് കേട്ടോ. ആസിഡ് ABGയുടെ കണക്കിന് വേണ്ടുന്ന വാല്യൂ ഇതാണ്. എല്ലാവരും ഒന്ന് പഠിച്ച്, കാണാതെ പഠിച്ച് നോക്കിയേ. 7.35 to 7.45 ഇസ് ദ pH, 7.35 to 7.45 ഇസ് ദ pH അല്ലെ. അപ്പൊ ക്വസ്റ്റ്യനിൽ 7.25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ ആൻസർ, എന്തായിട്ട് വരും? അസിഡോസിസ് വരുമോ ആൽക്കലോസിസ് വരുമോ? 7.25 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ എന്തായിട്ട് എഴുതും? അത് ആസിഡോസിസ് വരുമോ ആൽക്കലോസിസ് വരുമോ?
that is acidosis. ഓക്കെ 7.45 എന്നാണ് 7.67 എന്നാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാം? ആൽക്കലോസിസ് അല്ലെ. 7.45 കൂടിയ വാല്യൂ വന്ന ദാറ്റ് ഈസ് ബേസ് അല്ലെ, ആൽക്കലോസ്. 7.35 കുറഞ്ഞ വാല്യൂ ആണെങ്കിൽ ദാറ്റ് ഈസ് അസിഡോസിസ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിൽ ജസ്റ്റ് 7.35 എന്ന് പറഞ്ഞ് കിടന്നാൽ നിങ്ങൾ എന്ത് എഴുതും? 7.35 എന്നാണ് ക്വസ്റ്റ്യൻ കിടക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? അസിഡോസിസ് എഴുതുമോ ആൽക്കലോസിസ് എഴുതും? 7.35 എന്നാണ് ക്വസ്റ്റ്യൻ കിട്ടുന്നതെങ്കിൽ എന്ത് എഴുതും? അസിഡോസിസ് എഴുതുമോ ആൽക്കലോസിസ് എഴുതുമോ? ഇതും അസിഡോസിസ് ആണ് കേട്ടോ. പക്ഷെ അതിന് മുന്നായിട്ട് നമ്മൾ എന്ത് കൂടെ ചേർക്കും? അതിന്റെ മുന്നിൽ ഒരു വേർഡ് ചേർക്കും. എന്താണ് ആ വേർഡ്? വെരി ഗുഡ്, കോമ്പൻസേറ്റഡ് അസിഡോസിസ് കേട്ടോ. കോമ്പൻസേറ്റഡ് അസിഡോസിസ്. ഓക്കെ, 7.45 ആണ് ക്വസ്റ്റ്യനിൽ വരുന്നെങ്കിൽ കോമ്പൻസേറ്റഡ് ആൽക്കലോസിസ്. ഓക്കെ അല്ലേ? തെറ്റത്തില്ലല്ലോ? ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഇത്രയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും മനസ്സിലാവാതുണ്ടോ? വാല്യൂസ് മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് റോം കേട്ടോ. റോം നമ്മൾ പഠിച്ചിട്ട് വേണം പോകാൻ. എന്താണ് പഠിക്കുന്നത്? റോം നമ്മൾ പഠിച്ചിട്ട് വേണം പോവാൻ. തെറ്റിക്കരുത് കേട്ടോ. ഇപ്പൊ റെസ്പിറേറ്ററി ഈസ് ഓപ്പോസിറ്റ്. റെസ്പിറേഷൻ എപ്പോഴും ഓപ്പോസിറ്റ്. മെറ്റബോളിക് എന്ന് പറയുന്നത് ഈക്വൽ ആണ് കേട്ടോ. മെറ്റബോളിസം ഈസ് ഈക്വൽ, റെസ്പിറേഷൻ ഈസ് ഓപ്പോസിറ്റ്. റെസ്പിറേറ്ററി ഈസ് ഓപ്പോസിറ്റ്, മെറ്റബോളിക് ഈസ് ഈക്വൽ അല്ലെ. എന്ന് പറഞ്ഞാൽ pH കൂടിയാൽ റെസ്പിറേറ്ററിയിൽ എന്തായിരിക്കും ഓപ്പോസിറ്റ്? pH കൂടി നിന്നാൽ റെസ്പിറേറ്ററിയിൽ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഓപ്പോസിറ്റ്? കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു. കാർബൺ ഡൈ ഓക്സൈഡ് കുറഞ്ഞു അല്ലെ. ഓക്കെ. അല്ലെങ്കിൽ pH കുറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിരിക്കും? ഇൻക്രീസ് ചെയ്യും കേട്ടോ. അതായത് രണ്ടും ഇൻക്രീസ് ചെയ്യും കേട്ടോ. എന്തായിരിക്കും പ്രശ്നം? പേഷ്യന്റിന് റെസ്പിറേറ്ററി പ്രോബ്ലം ആയിരിക്കും കേട്ടോ. എന്തായിരിക്കും കാരണം? പേഷ്യന്റിന് റെസ്പിറേറ്ററി പ്രോബ്ലം ആയിരിക്കും. എയ്തർ ഡ്യൂ ടു റെസ്പിറേറ്ററി അസിഡോസിസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ലെ. ഇപ്പൊ pH കുറവ്, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ, നേരെ നമ്മൾ ആൻസറിലോട്ട് പിടിക്കണം. റെസ്പിറേറ്ററി അസിഡോസിസ്. pH കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, നേരെ ആൻസറിലോട്ട് പോയിക്കണം. വേറെ ഒന്നും മെറ്റബോളിക്കിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യരുത്. നേരെ, കാരണം പ്രയോറിറ്റി റെസ്പിറേഷൻ ഈസ് ആൾവേസ് പ്രയോറിറ്റി കേട്ടോ. അങ്ങനെ തന്നെ പിടിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തുവരും? റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ മാറും കേട്ടോ. റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്നുള്ള രീതിയിലോട്ട് നമ്മൾ മാറും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, മെറ്റബോളിക് എപ്പോഴും ഈക്വൽ ഉണ്ടാണ് കേട്ടോ. pH ഈസ് ഈക്വൽ ടു, pH എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? ബൈകാർബണേറ്റിന് ഈക്വൽ ആണ് അല്ലെ. അതായത് pH കൂടിയ ബൈകാർബണേറ്റും കൂടും അല്ലെ. എന്ന് പറഞ്ഞാൽ pH കൂടിക്കഴിഞ്ഞാൽ HCO3, ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ HCO3 കൂടിയിരിക്കും അല്ലെ. pH കുറഞ്ഞാൽ HCO3 എന്തിരിക്കും? ഡൗൺ ആയിട്ട്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? മനസ്സിലാണോ? ഇത്ര മനസ്സിലായോ? ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? അറിയാലോ, ഒരു ക്വസ്റ്റ്യൻ പോലും തെറ്റിക്കരുത്. ചിലപ്പോ ഈ ഒരു ട്രാക്കിലല്ല ക്വസ്റ്റ്യൻ അങ്ങ് ശരിയാവും കേട്ടോ. ഈ ഒരു ട്രാക്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങ് ശരിയാവും കേട്ടോ. ഈ ഒരു ട്രാക്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അങ്ങ് ശരിയായിക്കോളും കേട്ടോ. ഓക്കെ,
ഇനി നമുക്ക് കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് വരാറുണ്ട് കേട്ടോ. അല്ല, പലർക്കും തെറ്റി പോകുന്ന ഒരു ക്വസ്റ്റ്യനും കൂടെ വരാറുണ്ട്. നമ്മൾ കോമ്പൻസേറ്റഡ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ പഠിച്ചു വന്നത്. നമുക്ക് ഇനി പഠിക്കാനുള്ളത് പാർഷ്യലി കോമ്പൻസേറ്റഡും അടുത്തത് അൺകോമ്പൻസേറ്റഡ്. പാർഷ്യലിൽ നമുക്ക് എല്ലാ അബ്നോർമൽ വാല്യൂസ് ആണ് കിട്ടുന്നത് കേട്ടോ. HCO3 അബ്നോർമൽ ആയിരിക്കും, PCO2 അബ്നോർമൽ ആയിരിക്കും. തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം അബ്നോർമൽ ആണെങ്കിൽ സംശയമില്ല, ഇറ്റ് ഈസ് പാർഷ്യലി കോമ്പൻസേറ്റഡ് കേട്ടോ. തന്നിരിക്കുന്ന വാല്യൂസിൽ നോർമൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് അൺകോമ്പൻസേറ്റഡ് അസിഡോസിസ് അല്ലെങ്കിൽ അത്രേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല കേട്ടോ. തന്നിരിക്കുന്ന വാല്യൂസില് തന്നിരിക്കുന്ന വാല്യൂസില് കേട്ടോ, തന്നിരിക്കുന്ന വാല്യൂസിൽ എവിടെയൊക്കെ നോർമൽ വാല്യൂസ് ഉണ്ടോ അതിന് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അൺകോമ്പൻസേറ്റഡ്. തന്നിരിക്കുന്ന വാല്യൂസിൽ എല്ലാം അബ്നോർമൽ ആണെങ്കിൽ കണ്ണു അടച്ച് എഴുതാം പാർഷ്യലി കോമ്പൻസേറ്റഡ് കേട്ടോ. അൺകോമ്പൻസേറ്റഡ് എന്ന് പറഞ്ഞാൽ എല്ലാം അബ്നോർമൽ എന്നല്ല, അൺകോമ്പൻസേറ്റഡ് മീൻസ് നോർമൽ എന്നാണ് ABGയിൽ പഠിക്കാൻ. മനസ്സിലായോ? തന്നിരിക്കുന്ന വാല്യൂസിൽ അബ്നോർമൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അത് പാർഷ്യലി കോമ്പൻസേറ്റഡ്. തന്നിരിക്കുന്ന വാല്യൂസിൽ എവിടെയെങ്കിലും നോർമൽ വാല്യൂ HCO3ക്കോ PCO2നോ എവിടെയെങ്കിലും നോർമൽ വാല്യൂസ് കാണുവാണെങ്കിൽ ഉറപ്പിക്കാം ഇറ്റ് ഈസ് അൺകോമ്പൻസേറ്റഡ് റെസ്പിറേറ്ററി അസിഡോസിസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് അസിഡോസിസ് അല്ലെങ്കിൽ അൺകോമ്പൻസേറ്റഡ് മെറ്റബോളിക് ആൽക്കലോസിസ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ജസ്റ്റ് വൈൻഡ് ചെയ്യുന്നു. ഇനിയുള്ള കണക്കാണ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം കേട്ടോ. കണക്കാണ്, അപ്പം കണക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. അപ്പം നിങ്ങൾ ഓരോരുത്തർ ആൻസർ പറയുക. അപ്പൊ അതനുസരിച്ച് ഞാൻ അതിന് എന്ത് ചെയ്യാം, വാട്സപ്പ് ഗ്രൂപ്പിൽ കറക്റ്റ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇനി ഇതിന്റെ കുറച്ച് കണക്കും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. കുറച്ച് കണക്കും കാര്യങ്ങളുമാണ് ഇതിൽ ഓരോന്നിലും ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് കേട്ടോ. അപ്പൊ അത് ഞാൻ വാട്സപ്പിലോട്ട് ഷെയർ ചെയ്യുകയാണ്. ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് 9 മണിക്ക് വേറൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇനി നമുക്കുള്ളത് ഇതാണ് കേട്ടോ. ഇനി ഇതിന്റെ കണക്കാണുള്ളത് അത് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത സ്പെഷ്യൽ ക്ലാസ് വരുന്നത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സ്പെഷ്യൽ ക്ലാസ്സിൽ ബെഡ്സോറും ഫ്ലൂയിഡും ഇലക്ട്രോലൈറ്റ്സും എല്ലാം പഠിപ്പിക്കും കേട്ടോ. ഫ്ലൂയിഡ്, ഇലക്ട്രോലൈറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കവർ ചെയ്യും കേട്ടോ. അതിനുശേഷം എക്സാം നടത്തുവാണ്. നേരെ ഫണ്ടമെന്റൽസിന്റെ എക്സാം നടത്തി ഫണ്ടമെന്റൽ സബ്ജക്ട് ക്ലിയർ ചെയ്യുകയാണ്. വീണ്ടും അടുത്ത നെക്സ്റ്റ് സബ്ജക്റ്റിലോട്ട് നമ്മൾ പോകും. ഫണ്ടമെന്റൽസ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇയർ ആണ് അടുത്ത സബ്ജക്ട് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്സിജൻ ഡിവൈസുകളൊക്കെയാണ് അടുത്ത ഇതിൽ പഠിപ്പിക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് റെക്കോർഡിംഗ് ഇട്ട് തരും. ഇതിന്റെ വീഡിയോസ് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, വീഡിയോസ് അല്ല, ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ.